സതീശനെ പൂക്കി മുഖ്യമന്ത്രിയാക്കാൻ ഒരു PR വർക്ക് തന്നെ ഇവിടെ നടന്നു. ഏഷ്യാനെറ്റിലെ മാധ്യമ മാമ ബിനു വി ജോണിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ, സ്മൃതി പരുത്തിക്കാടിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു PR വർക്ക് സതീശന് വേണ്ടി നിശബ്ദം നടന്നു. എന്തായാലും സതീശൻ മുഖ്യമന്ത്രിയായി. പതിവിന് വിരുദ്ധമായി MLA-മാരുടെ പിന്തുണ ഇല്ലാഞ്ഞിട്ടും ഹൈക്കമാൻഡിന് സതീശനെ മുഖ്യമന്ത്രിയാക്കേണ്ടി വന്നു. വിസ്മയങ്ങളുടെ രാജകുമാരൻ, നിലപാടുകളുടെ രാജകുമാരൻ എന്നൊക്കെയാണ് സതീശനെ വാഴ്ത്തിയത് അദ്ദേഹത്തിൻ്റെ വാഴ്ത്തുപാട്ടുകാർ. പക്ഷേ സതീശൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് ചോദിക്കാതെ വയ്യ. സതീശ, നിങ്ങളൊരു മനുഷ്യനാണ്. മഴക്കെടുതിയിൽ വിറച്ചു നിൽക്കുകയാണ് സംസ്ഥാനം. 8 മരണം സ്ഥിരീകരിച്ചു. 8-ലേറെ പേരെ കാണാതായി. ജനങ്ങൾ മഴക്കെടുതിയിൽ പുളയുന്നു. കനത്ത മഴയും വെള്ളപ്പൊക്കവും കേരളത്തെ വിഴുങ്ങിയപ്പോൾ സതീശൻ ചെയ്തതോ ഹെലികോപ്റ്റർ എടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് പോയി വാദം പിടിച്ചു കിടക്കുന്ന അമ്മായി അച്ഛനെ കാണാൻ. പൊന്നാനിയിൽ പോയി ബിരിയാണി കഴിച്ചു യൂത്ത് ലീഗ് നേതാവിൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോഴൊക്കെ ജനങ്ങൾ കഷ്ടപ്പെടുകയായിരുന്നു. ജനങ്ങൾ പ്രാണൻ കയ്യിലെടുത്ത് ഓടുകയായിരുന്നു. എന്തൊക്കെയായാലും കഴിഞ്ഞ പിണറായി സർക്കാർ പ്രളയകാലത്ത് എടുത്ത മുൻകരുതലുകൾ ശ്രദ്ധേയമാണ്. 2018-ലെ പ്രളയകാലത്ത് കേരളം ഒന്നാകെ പിണറായി വിജയൻ്റെ കീഴിൽ നിന്നത് ചരിത്രമാണ്. ഇപ്പോൾ അത്ര ശക്തമല്ലെങ്കിലും ഒരു പ്രളയം കേരളത്തെ ബാധിച്ചിരിക്കും. പക്ഷേ ആ പ്രളയത്തെ നിസാരവൽക്കരിച്ചുകൊണ്ട് ഹെലികോപ്റ്ററിൽ പാറിപ്പറന്നങ്ങനെ നടക്കുകയാണ് BD സതീശൻ എന്ന പൂക്കി മുഖ്യമന്ത്രി. അതിതീവ്ര മഴ വന്നപ്പോഴും കടുത്ത ജാഗ്രതാ നിർദ്ദേശം കൊടുത്തില്ല സർക്കാർ. പ്രളയ സമാനമായ അവസ്ഥ വന്നപ്പോഴും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചില്ല സർക്കാർ. പ്രളയം വിഴുങ്ങിയ പത്തനംതിട്ടയിലും ഇടുക്കിയിലും കോട്ടയത്തും ഓറഞ്ച് അലർട്ടാണ്. അതിനൊക്കെ ഉപരിയായി ഇന്നലെ, അതായത് ഞായറാഴ്ച, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുന്ന ഒരു പ്രക്രിയയും ഉണ്ടായി. ഞായറാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ല എന്നുള്ളത് സതീശൻ മനസ്സിലാക്കി കാണില്ല. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു മുന്നറിയിപ്പും നൽകിയില്ല. അവരെല്ലാം വലിയ അപകടത്തിൽ പെട്ടു. ഇങ്ങനെ കേരളം പ്രളയത്തിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ സതീശൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പറന്ന് നടക്കുകയായിരുന്നു. പാറിപ്പറന്ന് സതീശൻ അങ്ങനെ നടന്നു. ഇപ്പോൾ പൂക്കി മുഖ്യമന്ത്രിയുടെ തനിനിറം ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇയാൾ വെറുമൊരു ഉട്ടായിപ്പാണ്. ഇയാൾ വെറുമൊരു PR വർക്കിൻ്റെ ഫലമാണ് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. മുമ്പ് പ്രളയം ഉണ്ടായപ്പോൾ, കോവിഡ് മഹാമാരി ആഞ്ഞടിച്ചപ്പോൾ പിണറായി സർക്കാർ നേരിട്ടിറങ്ങി കോവിഡ് പ്രവർത്തനങ്ങളും പ്രളയ ശുശ്രൂഷയും ഒക്കെ നൽകിയത് ചരിത്രമാണ്. ആ ചരിത്രത്തിൻ്റെ പിന്തുടർച്ചക്കാരനാകാൻ സതീശന് കഴിഞ്ഞില്ല എന്നുള്ളത് കോൺഗ്രസ്സുകാരും ഇപ്പോൾ മനസ്സിലാക്കും. സതീശനല്ല മറ്റൊരാളാണ് മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ, രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. സതീശൻ ഹെലികോപ്റ്ററിൽ അങ്ങനെ നടക്കുകയാണ്. മുമ്പ് പിണറായി വിജയൻ്റെ ഹെലികോപ്റ്റർ യാത്ര വിവാദമാക്കിയത് കോൺഗ്രസ്സാണ്. മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ഹെലികോപ്റ്റർ എന്നൊക്കെ ചോദിച്ചു കളഞ്ഞു കോൺഗ്രസിൻ്റെ അന്നത്തെ അധ്യക്ഷൻ K. സുധാകരൻ. പക്ഷേ ഇപ്പോൾ സതീശൻ്റെ ഹെലികോപ്റ്റർ യാത്ര കണ്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുകയാണ് കോൺഗ്രസ്. അമ്മായിയപ്പനെ കാണാനാണ് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ പോയത്. ഇവിടെ മഴക്കെടുതിയിൽ വിറച്ചു നിൽക്കുമ്പോൾ, മഴക്കെടുതിയിൽ കേരളം
പേട്ടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ വാദം പിടിപെട്ട അമ്മായി അച്ഛനെ കാണാൻ പോയ സതീശ, നിങ്ങൾക്ക് നമോവാക്യം.